വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് മുഹമ്മദിൻ വഅലാ ആലിഹി വസുഹാബിഹി വസല്ലമ തസ്ലീമൻ കതീറ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം അവരുടെ ഔറത്ത് എല്ലാ സന്ദർഭങ്ങളിലും മറക്കാനുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. കാരണം പലപ്പോഴും സ്ത്രീകൾ പല നിലക്കുമുള്ള ഫിത്നകൾക്ക് കാരണമാണ്. അവരുടെ വേഷവിധാനങ്ങളും അവരുടെ സംസാരങ്ങളും അവരുടെ നടത്തും എല്ലാം തന്നെ ഫിത്നകൾക്ക് കാരണമാണ് എന്നുള്ളത് കൊണ്ട് ഇസ്ലാം അവർക്ക് മുമ്പിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. സംസാരിക്കുമ്പോൾ കൊഞ്ചി സംസാരിക്കാൻ പാടില്ല, കാലുകൊണ്ട് ശബ്ദമുണ്ടാക്കി നടക്കാൻ പാടില്ല, അങ്ങനെയുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ ഇസ്ലാം നൽകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് ഔറത്ത് മറക്കുക എന്നുള്ള ആ ഇസ്ലാമിൻ്റെ നിയമവും. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും സ്ത്രീകൾ ഔറത്താണ്, അവർ ഭംഗി വെളിവാക്കാൻ പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ആ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് മുഖം മറക്കണോ മറക്കണ്ടേ, അത് വേറെ വിഷയം, ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. പൊതുവെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഏതൊരു ഔറത്ത് മറക്കുന്ന സമീപനമാണോ സ്വീകരിക്കുന്നത്, അതേ സമീപനം എളാപ്പാടെ മക്കള്, മൂത്താപ്പയുടെ മക്കള്, അതുപോലെ ഒരു സ്ത്രീ അവളുടെ സഹോദരിയുടെ ഭർത്താവ്, അവരുടെയൊക്കെ മുമ്പിൽ തീർച്ചയായും മറക്കുക തന്നെ വേണം. കാരണം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാക്കും വദ്ദുഖൂൽ അലൻ നിസാ, നിങ്ങൾ സ്ത്രീകളുടെ ഇടയ്ക്കിലേക്ക് പ്രവേശിക്കുന്നതിനെ സൂക്ഷിക്കണം. അപ്പോഴാണ് ചോദിച്ചത് പ്രവാചകൻ ഹമുവോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭർത്താവിൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ്, അല്ല എൻ്റെ ഇപ്പോൾ ഞാൻ ഒരു സഹോദരിയാണെങ്കിൽ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ്, അല്ല എൻ്റെ അനുജത്തിയുടെ ഭർത്താവ്, അപ്പം അങ്ങനെയുള്ള അളിയന്മാർ നിങ്ങൾ സാധാരണ പറയാറുണ്ടല്ലോ. അപ്പോൾ അത്തരം കുടുംബങ്ങൾ അത് വളരെ അപകടമാണ്. അത് ഹമു എന്ന് പറഞ്ഞാൽ മരണതുല്യം എന്നാണ്. അപ്പോൾ അത് എൻ്റെ അനുജത്തിൻ്റെ ഭർത്താവാണ്, ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുമായി ഇടപഴകാനോ ഔറത്ത് ശരിക്കും മറക്കാതെ അവർക്കിടയിലേക്ക് ചെല്ലാനോ പാടില്ല. പലപ്പോഴും ഇപ്പോൾ ഭാര്യ വീട്ടിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ കൈ കൊടുക്കുന്നത് കാണാം. അത് ജ്യേഷ്ഠത്തിയുടെ ഭർത്താവിന് അനുജത്തി കൈ കൊടുക്കും, അനുജത്തിയുടെ ഭർത്താവിന് ജ്യേഷ്ഠത്തി കൈ കൊടുക്കും. ഇതൊക്കെ മഹാ അപകടമാണ്, തെറ്റാണ്. അതേപോലെ തന്നെ എളാപ്പാൻ്റെ മക്കളുമായിട്ട് ഒന്നിച്ച് ബൈക്കിലിരുന്ന് സ്ഥാപനങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. ചിലപ്പോൾ എളാപ്പാൻ്റെ മോളെ ഞാനാ കൊണ്ടാക്കി കൊടുക്കൽ സ്കൂളിലേക്ക് കോളേജിലേക്ക് എന്ന് പറയാറുണ്ട്. അവർ ചെറുപ്പം മുതൽ അങ്ങനെ വളർന്നവരാണ് എന്നൊക്കെ പറയാറുണ്ട്. ആരെന്ത് പറഞ്ഞാലും ഇസ്ലാമിൽ കൃത്യമായ കാഴ്ചപ്പാട്, മുഖം അവരുടെ കണ്ണുകൾ താഴ്ത്തണം എന്നുള്ള കൽപ്പന വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്. അപ്പോൾ അവിടെ ആരെയെല്ലാം വിവാഹം കഴിക്കൽ അനുവദനീയമാണോ, വിവാഹം കഴിക്കൽ ആരെല്ലാം അവർക്കാണ് മഹറമല്ലാത്തവരെന്ന് പറയാം, ആ ആളുകളുടെ മുമ്പിൽ ഔറത്ത് മറക്കൽ നിർബന്ധമാണ്. ചില കുടുംബങ്ങളിലൊക്കെ ജ്യേഷ്ഠൻ്റെയും അനുജൻ്റെയൊക്കെ മക്കൾ ഒന്നിച്ച് താമസിക്കുന്നവരുണ്ടാവും. അവിടെയും അവർ ആ നയം സ്വീകരിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അവരുടെ സൂക്ഷ്മതയുടെ ഭാഗം കൈവരിക്കണം, കണ്ണ് താഴ്ത്തണം, മറക്കണത് മറക്കണം, അല്ലെങ്കിൽ ആ വീട്ടിൽ വലിയ അപകടങ്ങൾ സംഭവിക്കും. ഉംറയും ഹജ്ജിൻ്റെ ഒക്കെ നിർവഹണ വേളയിൽ മഹറമില്ലാണ്ട് യാത്ര ചെയ്യാൻ പാടില്ല എന്നുള്ള ഇസ്ലാമിൻ്റെ നിർദ്ദേശം. ഇതൊക്കെ എന്തിനാണ്? സ്ത്രീകളുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുക, ഹജ്ജിൻ്റെ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു പെണ്ണു എന്നുള്ള സംശയം ചോദിക്കുക, അറഫയിലാണ്. ആ സന്ദർഭത്തിൽ ഫദ്ൽ ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പ്രവാചകൻ തിരിച്ചു കളഞ്ഞു മുഖം. ഫദ്ൽ ബിൻ അബ്ബാസിനെ മുഖം പിടിച്ചിട്ട് ഇപ്പുറത്തേക്ക് തിരിച്ചു. അവിടെ എത്രമാത്രം ഒരു ഗൗരവമുള്ള സന്ദർഭമാണ്. ഒന്ന് ഹജ്ജിൻ്റെ വേളയാണ്, അറഫയിലാണ്, പ്രവാചകന്റെ മുമ്പിലാണ്, നോക്കുന്നത് സ്വഹാബിയാണ്, നോക്കിയത് സ്വഹാബി വനിതയെയാണ്. എന്നിട്ടും പ്രവാചകൻ മുഖം തിരിച്ചു എന്ന് പറഞ്ഞാൽ ആ നോട്ടം എന്ന് പറയുന്നത് എല്ലാറ്റിനെയും തുടക്കമാണ്. അപ്പം അതുകൊണ്ട് തന്നെ മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടെത്തിക്കാൻ കാരണമാകുന്ന എന്തെല്ലാം കാര്യങ്ങൾ സ്ത്രീകളുടെ ഭാഗത്തുണ്ടോ അതെല്ലാം അവരോട് സൂക്ഷ്മത കാണിക്കാനാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. അത് വസ്ത്രധാരണ രംഗത്തും വേണം, സംസാരിക്കുന്നിടത്തും വേണം, പെരുമാറുന്നിടത്തും വേണം. ഇപ്പം രണ്ട് ഒരു അന്യപുരുഷനും സ്ത്രീയും ഒന്നിച്ചാൽ ഇല്ലാമ സാലിത്തുമ ഷേത്തൻ, അവിടെ മൂന്നാമത്തെ ആളെ പിശാച് വരും. എൻ്റെ എളാപ്പാൻ്റെ മോളാണ്, മൂത്താപ്പാൻ്റെ മോളാണ്, അല്ലെങ്കിൽ എൻ്റെ അനുജത്തിൻ്റെ ഭർത്താവാണ്, ജ്യേഷ്ഠത്തിൻ്റെ ഭർത്താവാണ്. അതൊന്നും ഇസ്ലാമിൽ നിയമമല്ല. കാരണം ഈ ജ്യേഷ്ഠാനുജന്മാരുടെ മക്കൾക്ക് തമ്മിൽ വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. എൻ്റെ അനുജത്തി മരിച്ചാൽ ആ അനുജത്തിയുടെ ഭർത്താവിന് എന്നെ കല്യാണം കഴിക്കൽ അനുവദനീയാണ്. അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവ്, എൻ്റെ ജ്യേഷ്ഠത്തി മരിച്ചാൽ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവിന് എന്നെ കല്യാണം കഴിക്കൽ അനുവദനീയമാണ്. അപ്പം ഈ നിലക്ക് ഒരു സഹോദരിക്ക് തൻ്റെ അനുജത്തിൻ്റെയും ജ്യേഷ്ഠത്തിൻ്റെയും ഭർത്താവാണ്, അല്ലെങ്കിൽ എൻ്റെ എളാപ്പാൻ്റെ മൂത്താപ്പാൻ്റെ മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് ഇടപഴകാനോ ആ നിലക്കുള്ള സംസാരിക്കാനോ അവർ തമ്മിൽ ഒറ്റക്കാകാനോ പാടില്ല. കാരണം മൂന്നാമത്തെ ആൾ പിശാചായിട്ട് അവിടെ വരും എന്നാണ്.
അപ്പം ഞാൻ സൂക്ഷ്മത പാലിക്കും, ഞാൻ ശ്രദ്ധിച്ചോളും, ഞങ്ങൾ ഇത്ര കാലമായിട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതൊന്നും നമ്മൾ പറയാൻ പറ്റുന്ന ന്യായീകരണങ്ങളല്ല. ഇസ്ലാം കൃത്യമായ നിർദ്ദേശം അവിടെ വെച്ചു, അവിടെ അവർത്ത് സ്വീകരിച്ചേ പറ്റൂ. അപ്പോൾ പുറത്ത് അന്യ പുരുഷന്മാരിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ എന്തൊരു ഔറത്തിന്റെ സമീപനമാണോ സ്വീകരിക്കുന്നത്, അതേ സമീപനം വീടിനകത്തും ഇത്തരം ആളുകളുമായിട്ട്, അത് മൂത്താപ്പാന്റെ മകളാണെങ്കിലും ശരി അല്ലെങ്കിൽ എളാപ്പാന്റെ മകളാണെങ്കിലും ശരി, അത്തരം ആളുകളോട് ഇടപഴകുമ്പോൾ ഇത്തരത്തിലുള്ള ആ ഔറത്തിന്റെ നിയമങ്ങൾ പാലിക്കുക തന്നെ വേണം. അല്ലാഹു തആല അതാണ് നമ്മളോട് കൽപ്പിച്ചിട്ടും പഠിപ്പിച്ചിട്ടുമുള്ളത്. പ്രവാചകന്റെ ഭാര്യമാരോട് പോലും നിങ്ങൾ വല്ലതും ചോദിക്കുമ്പോൾ മറക്ക് പിന്നിൽ നിന്ന് ചോദിക്കണമെന്നാണല്ലോ ഖുർആന്റെ കൽപ്പന. അപ്പം അതൊക്കെ മറ്റുള്ള സ്ത്രീകൾക്കും അത്തരം കാര്യങ്ങൾ സൂക്ഷ്മത എന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും ആവശ്യമാണ്, അനിവാര്യമാണ് എന്ന് സഹോദരിമാർ മനസ്സിലാക്കുക. പലപ്പോഴും നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുമ്പോൾ അല്ലെങ്കിൽ കല്യാണങ്ങൾ നടക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അല്ലാഹു തആല ഒരു കാര്യം നിയമമാക്കിയാൽ ആ നിയമത്തിനെതിരെ പ്രവർത്തിക്കുക എന്നുള്ളത് അള്ളാഹുവിന് വലിയ ദേഷ്യമുള്ള കോപമുള്ള കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം എന്നുള്ളത് റബ്ബിന്റെ കൽപ്പനയാണെങ്കിൽ ഏതൊരു വിഷയത്തിലും അള്ളാഹുവിനെയും റസൂലിനെയും നമ്മൾ അനുസരിച്ചേ പറ്റൂ. അപ്പോൾ നമുക്ക് വിവാഹബന്ധം അനുവദനീയമാകുന്ന ആളുകൾ ആരാണോ അവരുമായുള്ള അടുത്ത ഇടപെടലുകളോ സംസാരങ്ങളോ അല്ലെങ്കിൽ ഔറത്ത് മറക്കാതെയുള്ള അടുപ്പങ്ങളോ അവരുടെ അടുക്കിലേക്ക് ചെല്ലാനോ പാടില്ല. ഇതാണ് ഇസ്ലാമിന്റെ നിർദ്ദേശം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.